അധ്യായം. പ്രൈസ് ഗോഡ്. അതിൻ്റെ ആമേൻ 12, 13, 14 തിരുവചന ഭാഗങ്ങൾ ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹത്തോടും മോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടട്ടെ. സമയം മുന്നോട്ട് പോയി എങ്കിലും ചില കാര്യങ്ങൾ മാത്രം എളുപ്പത്തിൽ പറഞ്ഞ് ഒരു ഷോർട്ട് മെസ്സേജ് പോലെ പറഞ്ഞ് ദിവസത്തിൽ ഇരുപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാം വായിച്ച ഈ പാസേജ് എന്നുള്ളത് 12 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ എല്ലാ ദൈവമക്കളും സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതം എന്നതിനെ അടിസ്ഥാനമാക്കി തീർത്തോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ടൈറ്റസ് എന്ന് പറയുന്ന ആമേൻ ദൈവഭക്തന് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന ഒരു ലേഖനത്തിന്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. 3 കാലഘട്ടങ്ങളിലായി നടക്കുന്ന ആമേൻ സ്തോത്രം വിഷയങ്ങളെ 3 തിരുവചന ഭാഗങ്ങളിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ക്രമീകരിച്ചുകൊണ്ട് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആമേൻ ഭൂതം ഭാവി സ്തോത്രം അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ വർത്തമാന കാലത്തേക്ക് പറ്റി അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഇത് 12, 13, 14 തിരുവചന ഭാഗങ്ങളാണ് അവിടെ വായിച്ചത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ആദ്യം വരേണ്ടത് 14-ാമത്തെ വചനമാണ്, പിന്നെ 13, പിന്നെ 12. ആമേൻ അങ്ങനെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ. എന്നാൽ ദൈവവചനത്തിന് തെറ്റൊന്നും പറ്റുകയില്ല. സ്തോത്രം മാനുഷിക ബുദ്ധി കൊണ്ട് ചിന്തിച്ച പ്രകാരം പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം 14-ാമത്തെ തിരുവചന ഭാഗത്ത് യേശു ക്രിസ്തുവിൽ കൂടെ ലഭ്യമായ രക്ഷയെ പറ്റി അവിടെ പ്രതിപാദിച്ചിരിക്കുക. അതിൻ്റെ അവസാന വാക്കിൽ ഇപ്രകാരമാണ്. 14-ന്റെ ഏറ്റവും അവസാനത്തെ വാക്ക് എന്താണ്? കഴിഞ്ഞു പോയതാ. കൊടുത്തു. എന്താണ്? കൊടുത്തു. സ്തോത്രം നമുക്ക് വേണ്ടി കൊടുത്തു എന്നുള്ളൊരു പദമാണ് അതെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു പോയതാ. സ്തോത്രം 13-ാമത്തിന്റെ അവസാനത്തെ വാക്യത്തിലാണ് 13-ന്റെ അവസാന വാക്യം നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, ഇപ്പോഴത്തെ കാര്യമാണ്, ഇപ്പോൾ ഉള്ള സിറ്റുവേഷനാണ്. എന്നാൽ 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അടുത്ത വാക്യം കാത്തുകൊണ്ടും. എന്താണ്? 13-ന്റെ ഫസ്റ്റ് ഭാഗമാണ്. കാത്തുകൊണ്ടും എന്ന് പറഞ്ഞാൽ ഇതുവരെ വെളിപ്പെടാത്ത ഒന്ന് എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചർ ടെൻസാണ്. വരുവാൻ പോകുന്ന, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ ഇതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ വിശ്വാസി പ്രൈസ് ഗോഡ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും നിത്യതയിൽ എത്തുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇതിനകത്ത് ഇവിടെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളോട് എന്താണ് ക്രിസ്തീയ ജീവിതം എന്ന് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഈ വാക്യം ഓർത്തിരിക്കണം. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ചോദിക്കുക വാട്ട് ഈസ് ക്രിസ്ത്യൻ ലൈഫ്, എന്താണ് ക്രിസ്തീയ ജീവിതം എന്ന് ഷോർട്ടായിട്ട് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഇടിവെട്ടുന്ന സ്വരത്തിൽ പറയണം. തീർത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12, 13, 14 എന്നീ 3 ഹലോ ബോയ്സോടെ ശ്രദ്ധിക്കണ്ടോ തിരുവചന ഭാഗങ്ങൾ. സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കണമേ, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള വീണ്ടെടുപ്പിനെ പറ്റി ഇവിടെ നാം വായിക്കുന്നു. 14-ാമത്തെ വാക്യത്തിലാണ് വായിക്കുന്നത്. സ്തോത്രം. എന്നാൽ 13-ാമത്തെ വാക്യം അത് ഇപ്പോഴത്തെ സിറ്റുവേഷനെ പറ്റി പറയുക, ഇപ്പോഴത്തെ കാലത്തെ പറ്റി പറയുക. എന്താണ് പറയുന്നത്? ഭക്തിക്കേടും പ്രപഞ്ച മോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ എപ്രകാരമാണ് ജീവിക്കേണ്ടത്? സുബോധത്തോടെയും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന്. അടുത്ത വാക്യം എന്താണ്? ജീവിച്ചു പോരേണ്ടതിന് അല്ല, അതിനിടയിൽ ഒരു കാര്യമുണ്ടല്ലോ. അത് എന്താണ്? അതെന്താണെന്ന് ഇതുവരെ മനസ്സിലായില്ല. അത് നമ്മെ എന്ത് ചെയ്യുന്നു? ശിക്ഷിച്ചു വളർന്നു. ഏതാണ്? കർത്താവിന്റെ കയ്യിൽ വടിയുണ്ടോ? ആ വടിയാണോ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നത്? നിങ്ങളെല്ലാം കണ്ടോ? ബോയ്സോടെ കണ്ടോ? എവിടെയാ തീർത്തോസ്? സ്തോത്രം. ബുക്കുണ്ടോ? എല്ലാവരും അടച്ചു വെച്ചോ? പുസ്തകവുമായിട്ട് ബന്ധമൊന്നുമില്ലേ? എല്ലാവരും ഒന്ന് പുസ്തകം എടുത്തേ കുഞ്ഞുങ്ങളൊക്കെ. യെസ്.
അപ്പൊ തീർത്തോസിന്റെ ലേഖനത്തിൽ നാം 2:12-13-14 വായിച്ചു കേട്ടോ. നിങ്ങൾ എടുത്തു വെക്കണം, വീണ്ടും പറയുന്നത് അതിന് വേണ്ടിയാ, സമയമില്ലല്ലോ. സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കണമേ, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് നാം സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരുവാൻ അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഏത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്നുള്ളതാ നാം പറയാൻ പോകുന്നത്. ഏതാണ്? 11-ാമത്തെ വാക്യത്തിൽ കറക്റ്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഫാസ്റ്റിംഗ് പ്രയറിന് അത് തൊട്ട് പറഞ്ഞു പോയതാ. 11-ാമത്തെ വാക്യത്തിൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അങ്ങനെയല്ലേ വായിക്കുന്നേ? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഈ രക്ഷാകരമായ ദൈവകൃപയാണ് അത് എന്ന് പറഞ്ഞത്. മനസ്സിലായി? കുറച്ചും കൂടെ വ്യക്തമാക്കാം. ദൈവകൃപയുടെ ഫേസ് ആണ്, മുഖമാണ് ആര്? ഞാൻ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞു. കഴിഞ്ഞ ദിവസം വന്നവരെന്ന് പറഞ്ഞു ആരാ? യേശു ക്രിസ്തു. ദ ഫേസ് ഓഫ് ഗോഡ്സ് ഗ്രേസ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ആരാണ്? ദൈവത്തിന്റെ വൻ കൃപയുടെ മുഖമാണ് യേശു ക്രിസ്തു. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ആ കൃപ അനുഭവിപ്പാൻ, അതുകൊണ്ടാണ് പറഞ്ഞത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. ആ ദൈവകൃപയാണ് യേശു ക്രിസ്തു. അതെന്ത് ചെയ്തു? ഉദിച്ചു. കാലാകാലഘട്ടങ്ങളിൽ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം ഭൂമിയിൽ വന്നുകൊണ്ടിരുന്നു. ഒരു നാൾ സ്തോത്രം വെളിമ്പറമ്പിൽ എറിയപ്പെട്ടിരുന്ന അകൃത്യത്തിന്റെ ശിക്ഷ ചുമന്നുകൊണ്ടിരുന്ന എന്റെയും നിങ്ങളുടെയും തലയുടെ മേൽ ആ വെളിച്ചം പ്രകാശിപ്പാനിടയായി. ആ ദൈവകൃപ ഉദിച്ചുയരുവാനിടയായി. അത് നമ്മുടെ ക്വാളിറ്റി കൊണ്ടൊന്നുമല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സത്യ ദൈവത്തെ ഗ്രഹിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കിയത്. അപ്പോൾ അത് നമ്മെ എന്ത് ചെയ്യുന്നു? 13-ാം വാക്യം വിട്ടുപോകരുത്. ശിക്ഷിച്ചു വളർത്തുന്നു. എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ശിക്ഷിച്ചു വളർത്തുന്ന ആരാണ്? ദൈവകൃപ എന്ന് പറയുന്ന യേശു ക്രിസ്തു. ചുരുക്കം പറഞ്ഞാൽ ദൈവം തന്നെയാണ് നമ്മെ എന്ത് ചെയ്യുന്നത്? ശിക്ഷിച്ചു വളർത്തുന്നത്. സ്തോത്രം. എന്തിനാണ് ശിക്ഷിച്ചു വളർത്തുന്നത്? 12-ാം വാക്യം. എങ്ങോട്ടുള്ള യാത്രയിലാ നാം? എന്തിനാ കാത്തിരിക്കുന്നവരാ നാം? നമ്മുടെ കാത്തിരിപ്പിന്, നമ്മുടെ കാത്തിരിപ്പിന് ഒരു സമാപ്തി വരുവാൻ പോകുക. ഈ ദിവസങ്ങൾ ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നു, നമ്മുടെ കാത്തിരിപ്പിന് ഒരു സമാപ്തി വരുവാൻ പോകുക. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. അങ്ങനെയെങ്കിൽ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധ ഗണത്തെ തന്നോട് ചേർക്കുവാൻ വാനിൽ യേശു കർത്താവ് പ്രത്യക്ഷപ്പെടുവാൻ സമയങ്ങൾ ഇനി അതിവിദൂരതയിലല്ല. എന്ന് പറഞ്ഞാൽ നാം നോക്കി പാർക്കുന്ന, നാം ആഗ്രഹത്തോടെ കാത്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ എല്ലാവരുടെയും ശുഭപ്രതീക്ഷയായ, നമ്മുടെ എല്ലാവരുടെയും മനോഹര വസ്തുവായ യേശു ക്രിസ്തു വാനിൽ അതേ വരുവാൻ സമയമായി. അപ്പോൾ നാം ഒരു കാത്തിരിപ്പിലാണ്. കാത്തിരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും കാത്തിരിക്കുന്നതാ. ഉറങ്ങുന്നവരും കാത്തിരിക്കുന്നവരാ. സ്തോത്രം. ആമേൻ. അല്ലേലും ചോദിച്ചാൽ പറയും ഞങ്ങളും കാത്തിരിക്കുന്നവരാ. പ്രൈസ് ഗോഡ്. ഉറങ്ങുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നെ. പ്രൈസ് ഗോഡ്. അപ്പോൾ കാത്തിരിക്കുന്നവരാ. ഈ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയതാ? എല്ലാ കുഞ്ഞുങ്ങളോടൊന്ന് പറഞ്ഞ്, കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാ? നമ്മുടെ മഹാദൈവവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു കാര്യം ഇവിടെ നിന്ന് പറയാനുണ്ട്. യേശുവിനെ പലരും ചോദിക്കുന്നുണ്ട്, യേശുവിനെ ദൈവമെന്ന് വിളിച്ച വല്ല വചനങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്, ഇല്ലേ? ഇവിടെ ഏതാ പൗലോസ് വിളിച്ചു പറയുന്നു? മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തു ആരാണ്? മഹാദൈവമാണ്. യേശു ക്രിസ്തുവിനെ ഒരു മനുഷ്യനായി കാണുവാൻ മെനക്കെടരുത്. യേശു ക്രിസ്തുവിനെ ദൈവമായി കാണുവാൻ ഈ ദിവസങ്ങൾ പരിശ്രമിക്കണം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരിക്കൽ കൂടെ തനിക്കായി കാത്തിരിക്കുന്നവർക്ക് ഒരിക്കൽ കൂടെ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്ന ആ വലിയ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനം ഈ ലോകത്തിലുണ്ട്. ഒരു പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ അവർ ഗണിക്കപ്പെടുന്നവരോ ആമേൻ അവരുടെ കണക്കിൽപ്പെടുന്നവരായിരിക്കുകയില്ല. ഒരു പക്ഷേ നാം പ്രതീക്ഷിക്കുന്നവരായിരിക്കുകയില്ല.
കാഹളം ധ്വനിക്കുമ്പോൾ അമ്മേൻ കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരം സംഭവിച്ച് തേജസ്സിലേക്ക് കയറി പോകുന്നത്. അങ്ങനെയെങ്കിൽ ആ ഗ്രൂപ്പിനകത്ത് പെടുവാൻ നാം ഓരോരുത്തരും ഈ ദിവസങ്ങൾ കർത്താവിനായി കാത്തിരുന്നാട്ടെ. നാം അറിയുന്നില്ല, പ്രാപിച്ച ആശീർവാദം പറയുന്നതിന് മുന്നമേ യേശു ക്രിസ്തുവിന്റെ വരവിന് മുന്നോടിയായുള്ള കാഹളം ധ്വനിക്കുമോ എന്ന് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണമേ. കാഹളം സ്കൂളിൽ പോകുമ്പോഴും ധ്വനിക്കാം, എടുക്കപ്പെടുമെന്ന് ഉറപ്പുവരുത്തണം. കൂട്ടുകാരോടൊപ്പം പന്ത് തട്ടി കളിക്കുമ്പോഴും കാഹളം ധ്വനിച്ചു എന്ന് വരാം, ഉറപ്പുവരുത്തിക്കോണം. അമ്മേൻ, ഹല്ലേലൂയ. ഏതനെ, ജോഷുവായെ, ബ്ലസ്വിനെ, അശരെ ഉറപ്പുവരുത്തിക്കൊള്ളണം. ആൽവിനെ ഉറപ്പുവരുത്തിക്കൊള്ളണം. ബ്ലസിയെ ഉറപ്പുവരുത്തണം. കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ ഇട്ട കുട്ടിയുടുപ്പും എല്ലാം ഇവിടെ ഇട്ട് ഞാൻ എന്ത് ചെയ്യും? രൂപാന്തരം പ്രാപിച്ച് കണ്ണിമയ്ക്കുന്നതിനിടയിൽ തേജസ്സിന്റെ ശരീരം പ്രാപിച്ച് ഞാനതാ വീണ്ടെടുപ്പിന്റെ ഗണത്തിൽ പെടും. ആ ഒരു കാത്തിരിപ്പിനെ പറ്റിയ ഈ ഭക്തൻ പറയുന്നത്. ആ കാത്തിരിപ്പിന് വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രപഞ്ചമോഹങ്ങളും പിന്നെന്താ പറയുന്നത്? ഭക്തികേടും വർജിക്കണം. അപ്പൊ കാത്തിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം, അതിലോട്ടാണ് ഞാൻ വരുന്നത്. ഭക്തികേട് എന്ത് ചെയ്യണം? വർജിക്കണം. വി ഹാവ് ടു ലീവ്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നാം പറിച്ചു മാറ്റണം നമ്മുടെ അകത്ത് നിന്ന്. ഭക്തികേട് എന്തെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടോ? അതിനെ എല്ലാം എന്ത് ചെയ്യണം? എടുത്തു മാറ്റണം. പ്രപഞ്ച മോഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വേൾഡ്ലി പ്ലഷേഴ്സ്, ലോകത്തിന്റെ ഇച്ഛകൾ, ലോകത്തോടുള്ള സദൃശ്യമാകുന്ന അനുഭവങ്ങൾ, അതിനകത്ത് എന്തുണ്ട്? ചാത്തത്തിന് പോകുന്നതുമുണ്ട്, 7 പോകുന്നതും 41 പോകുന്നതും അതിന്റെ ഫുഡ് മൂക്കറ്റടിക്കുന്നതൊക്കെ ഇതിനകത്തുണ്ട്. അതൊക്കെ ലോകമോഹമാ. സ്തോത്രം. ആണ്ടർത്തിക്ക് പോകുന്നതും അതും എന്താ? ലോകമായിട്ട് അനുരൂപപ്പെടുക. ലോകമായി അനുരൂപപ്പെടുവാൻ വിശ്വാസിക്ക് പ്രമാണമില്ലെന്ന്, പ്രമാണമില്ലാത്ത പെരുന്നാളിനും, പ്രമാണമില്ലാത്ത വെച്ചുപൂജയ്ക്കും, പ്രമാണമില്ലാത്ത ഭക്ഷണം കഴിപ്പാനും, പ്രമാണമില്ലാത്ത നോമ്പിന്റെയും പ്രമാണമില്ലാത്ത പെരുന്നാളിന്റെയും ഭക്ഷണം കഴിപ്പാൻ ദൈവപ്പൈതലിന് അർഹതയില്ല. സ്തോത്രം. എല്ലാവിടെയും പോയി തല കാണിച്ച് അമ്മേൻ, ഹല്ലേലൂയ, അവിടത്തെ പലതും മേടിച്ചു കൊണ്ടുവരാൻ ഇടയാകരുത്. അമ്മേൻ, നീ കർത്താവിന് വേണ്ടിയുള്ളതാണെങ്കിൽ കർത്താവിന്റെ പക്ഷത്ത് നിന്നുകൊള്ളണം. ദൈവത്തിന് ഉള്ളതാണെങ്കിൽ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊള്ളണം. കാഹളം ധ്വനിക്കാൻ ഇനി സമയമില്ല. അമ്മേൻ, ഹല്ലേലൂയ. ദൈവത്തിനുള്ളതെങ്കിൽ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊള്ളണം. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? അതുകൊണ്ട് അവൻ നമ്മെ എന്ത് ചെയ്യും? ശിക്ഷിക്കും. എന്താ ചെയ്യുന്നത്? അങ്ങനെയല്ലേ വായിച്ചേ? 13-ാം വാക്യത്തിൽ എന്തോ വായിച്ചത്? അപ്പൊ 3 കാര്യങ്ങളാ കാത്തിരിക്കുന്നവരിൽ ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്ന്, സുബോധം വേണം. പ്രൈസ് ഗോഡ്. എന്താ വേണ്ടത്? എപ്പോഴാ കൊച്ചിന് സുബോധം വന്നത്? എപ്പോഴാ? അപ്പന്റെ ഭവനത്തിൽ മടങ്ങി വന്നപ്പോഴാ. അവന് സുബോധം വന്നിട്ട്, അല്ലെ? ആരായിരുന്നു അത്? നാം ധൂർത്തുപുത്രൻ എന്ന് വിളിക്കുന്നത്. നമ്മളൊട്ടും മോശക്കാരല്ലായിരുന്നു. സ്തോത്രം, അല്ലെ? സുബോധം വന്നപ്പോൾ എന്റെ അപ്പന്റെ ഭവനത്തിന്റെ കാര്യം ഓർമ്മ വന്നു. പ്രൈസ് ഗോഡ്. എപ്പോഴൊക്കെ അപ്പന്റെ കാര്യം ഓർമ്മ വരുന്നുവോ, അപ്പന്റെ ഭവനത്തെ പറ്റിയുള്ള ചിന്ത വരുന്നുവോ, എപ്പോഴൊക്കെയും ഉയരത്തിലുള്ളതിനെ പറ്റി ചിന്ത വരുന്നുവോ, അപ്പോൾ ദൈവവചനം പറയുന്നു, ഇതാ എന്റെ കുഞ്ഞിന് സുബോധം വന്നു, ഇതാ എന്റെ കുഞ്ഞിന് സുബോധം വന്നു. പ്രൈസ് ഗോഡ്. എപ്പോഴൊക്കെയും ലോകത്തെ പറ്റി ചിന്തിക്കുമോ, എപ്പോഴും ലോകത്തിൽ ധനസമാഹരണത്തെ പറ്റി, ഇവിടത്തെ ആമേൻ ഹല്ലേലൂയ പുടുവും തുരുമ്പും കെടുത്തി കളയുന്ന ഈ ലോകത്തിലെ ധനം സമ്പാദിക്കുവാൻ മനസ്സോടുന്നുവോ, ഇവിടുത്തെ പ്രശംസയും ഇവിടുത്തെ ആശംസയും ഇവിടുത്തെ കയ്യടിക്കും വേണ്ടി ഓടുന്നുവോ, അപ്പോഴൊക്കെ ദൈവം പറയും, ഇവനതാ സുബോധം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഇവന് സുബോധം നഷ്ടപ്പെട്ടു. അപ്പൊ ദൈവം നമ്മെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്തു വേണം? സുബോധം വേണം. ദൈവജനമേ, നാം സുബോധമുള്ളവരായിരിക്കാം. നാം എണ്ണത്തിൽ കുറവാണെങ്കിലും അതൊന്നും ദൈവത്തിന് വിഷയമല്ല. ആമേൻ. കൊണ്ടുപോകാൻ ഒന്നേ ഉള്ളെങ്കിലും കാഹളം ധ്വനിക്കും കേട്ടോ. ആമേൻ. കോടികൾ വേണമെന്ന് ദൈവത്തിന് പ്രമാണമൊന്നുമില്ല. കാത്തിരിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ സ്വർഗം വരുന്നത് കോടാനുകോടി ദൈവദൂതന്മാരുടെ കാഹളവുമായി അവനിതാ തന്റെ ഭക്തന് വേണ്ടി വെളിപ്പെടുന്ന ദൈവമാണ്. ഒത്തിരണത്തെ കൊണ്ട് സ്വർഗം നിറയ്ക്കാമെന്ന് സ്വർഗത്തിന് താല്പര്യമൊന്നുമില്ല. പ്രാഗൽഭ്യത്തോടെ ജീവിക്കുന്ന ഒന്ന് ആമേൻ ഹല്ലേലൂയ ഹോരേബ് ദൈവസഭയിൽ ഉണ്ടെങ്കിൽ അവന് വേണ്ടി അവൾക്ക് വേണ്ടി സ്വർഗം കാഹളം ധ്വനിപ്പിക്കും. 2, സുബോധത്തോടും നീതിയോടെ, അല്ലേ? അങ്ങനെ എഴുതിയിരിക്കുന്നേ. എന്താ വായിച്ചേ? നീതിയോട്. സ്തോത്രം. നാം ചുമക്കുന്ന പുസ്തകത്തോട് നമുക്ക് എന്തു വേണം? നീതി പുലർത്തണം.
നാം ചുമക്കുന്ന പുസ്തകത്തോട് ഈ പറയുന്ന ഞാനടക്കം പങ്കാളിയാ. നാം വായിക്കുന്ന വചനത്തോട്, ചുമക്കുന്ന പുസ്തകത്തോട് കുഞ്ഞുങ്ങളെ നീതി വേണം. അമേ സ്തോത്രം. അതിനൊത്തവണ്ണം ജീവിതങ്ങൾ ക്രമീകരിക്കണം. അടുത്ത മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ദൈവഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോഡ്ലി മാൻ. എന്താണ്? ആലോചന ദൈവത്തിൽ നിന്ന് വഴി നടക്കുന്നവൻ. അമ്മേൻ. ഇയ്യോബിനെ പോലെ ഒരു ദൈവഭക്തൻ. സ്തോത്രം. കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ. വാക്ക് കൊണ്ടു, അമ്മീൻ, നോട്ടം കൊണ്ടു, അമ്മീൻ, ദൈവത്തിന് ഹിതമല്ലാത്ത ഒന്നും ചെയ്യാതെ, അമ്മീൻ, ഒരു വാക്ക് കൊണ്ട് പോലും. അങ്ങനെയല്ലേ ഇയ്യോബിനെ പറ്റി പറയുന്നേ? അങ്ങനെ പറയുന്നുണ്ടോ? പറയുന്നില്ലേ? വാക്കുകൊണ്ട് പോലും ഒരു പാപം ചെയ്യാത്തവൻ. കേട്ടോ? അമേൻ. ഭക്തൻ. എങ്ങനെയാണ് സ്തോത്രം ഗോഡ്ലി മാൻ ആകുന്നത്? എങ്ങനെയാണ് ഗോഡ്ലി വുമൻ ആകുന്നത്? അമേൻ. വാക്കുകൊണ്ട് പോലും, അമേൻ, മറ്റുള്ളവരെ നോയിപ്പിക്കാതെ, അമേൻ, തിരുഹിതത്തിനെതിരെ പിറുപിറുക്കാതെ ജീവിതം ക്രമീകരിക്കുന്ന എന്നെയും നിന്നെയും കൊണ്ടുപോകാനാ കാഹളം ധ്വനിക്കാൻ പോകുന്നത്. എന്നാൽ ഈ 3 കാര്യങ്ങൾ കിട്ടുക എന്നുള്ളത് എളുപ്പമല്ല. അത് കിട്ടാനാ പരിപാടി എന്ത് ചെയ്യുന്നത്? അത് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ശിക്ഷിച്ചു വളർന്നത്. എങ്ങനെയാണ് ശിക്ഷ എന്നുള്ളത് എബ്രായരുടെ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളുണ്ട്. സമയം ഇങ്ങനെ ഓടിപ്പോകുന്നതുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ചു വിട്ടാൽ ഞാൻ പ്രസംഗിക്കാതെ വിട്ടോളാം. ഹീബ്രു ചാപ്റ്റർ 12 വേഴ്സ് 5 to 9. എല്ലാവരും പുസ്തകമുള്ളവരും എല്ലാവരും എടുത്ത് ശിക്ഷയുടെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും അടച്ചു. ശിക്ഷയൊന്നും ഞങ്ങൾക്ക് വേണ്ട പാസ്റ്ററെ. കൂടുതൽ പ്രസംഗിച്ചാൽ അത് വലിയ ശിക്ഷയായി മാറും. എല്ലാവരും എടുത്തേ, കുഞ്ഞുങ്ങൾക്ക് എടുത്തേ. മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ. ബൈബിൾ എല്ലാവരെയും ഉണ്ടല്ലോ. പ്രൈസ് ഗോഡ്. ഹീബ്രു മക്കളെ, ഹീബ്രു എവിടെയാ? ഇസ്രായേലല്ല, യഹൂദൻ കിടക്കുന്നത്. ഹീബ്രു. വെരി ഗുഡ്. വായിച്ചാട്ടെ ബോയ്സ്, വായിച്ചാട്ടെ. ആര് വായിക്കുന്നേ? 12 ചാപ്റ്റർ 12 വേഴ്സ് 5 to 9. ആൽവിൻ വായിക്കും. മോൻ വായിക്കുന്നില്ലേ? കിട്ടിയില്ലേ? കിട്ടിയാൾ വായിക്കാന്ന് വെച്ചാ. മകനെ കർത്താവിന്റെ, പാസ്റ്റർക്ക് പറയാൻ പറ്റുന്ന ലെവലിൽ വായിക്കടേ. എന്നാലല്ലേ നമുക്ക് നമ്മളാ ഒരു ഫ്ലോയിൽ അങ്ങ് വരത്തുള്ളൂ. എന്റെ ഫ്ലോയിൽ വാ. അടുത്ത ദിവസങ്ങൾക്ക് ശുശ്രൂഷിക്കണതല്ലേ? എങ്ങനെ ഉറക്കെ വായിക്കേ. മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കുന്ന കുഞ്ഞുങ്ങളാണോ വായിക്കുന്നേ? ആരെങ്കിലൊക്കെ ശിക്ഷ നിരസിക്കാറുണ്ടോ? മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ? ഈ ശിക്ഷിക്കാൻ പോകുന്ന കർത്താവ് പറയുന്നത് എന്താണ്? മകനെ എന്നൊക്കെ വിളിച്ചിട്ടാ ശിക്ഷിക്കുന്നത് അല്ലേ? നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിക്കുമ്പോൾ, കുറ്റം ചെയ്യുമ്പോൾ എന്താ വിളിക്കുന്നത്? മകനേ എന്ന് പറഞ്ഞിട്ടാണ് അടിക്കുന്നത്. അങ്ങനെ വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ മതി. എൻ്റെ മക്കളോട് ചോദിച്ചാൽ അറിയാം. എവിടെയാണോ നീ? സൗണ്ടൊക്കെ മാറി, കേറി വാടാ, ഇങ്ങോട്ട് വാടാ, 2 തരട്ടാ എന്നൊക്കെ പറയാം. കർത്താവ് വിളിക്കുന്നത് എങ്ങനെയാണ്? അടിക്കാൻ വിളിക്കുന്നത് എങ്ങനെയാ? അവിടെയും സോഫ്റ്റ്നെസ്സാ അല്ലേ? ശിക്ഷിക്കാൻ വിളിക്കുമ്പോൾ കർത്താവിൻ്റെ ആ സ്നേഹത്തിന്റെ ഡെപ്ത്, അതിന്റെ അഗാധം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ശിക്ഷിക്കാതെ സ്നേഹിക്കാൻ വിളിച്ചാൽ എത്ര ഡെപ്ത് ആയിരിക്കും ദൈവത്തിന്റെ സ്നേഹത്തിന്. അതുകൊണ്ടാ പറയുന്നത് അൺകണ്ടീഷണൽ ലവ്. അമേ സ്തോത്രം. ഒരു കണ്ടീഷനും ഇല്ലാതെ കാൽവരി ക്രൂശിമേൽ ആ സ്നേഹം നമ്മളിലേക്ക് ഒഴുകി വരികയാ. ആ സ്നേഹവാനായ കർത്താവ് പറയുക, ശിക്ഷിക്കാൻ വിളിക്കുന്ന കർത്താവ് പറയുക, മകനെ. നിങ്ങൾ വിഷമിക്കേണ്ട, മകളെ എന്നുള്ള വിളി നിങ്ങൾ അങ്ങ് ചേർത്താ മതി കേട്ടോ. വായിച്ചാട്ടെ. കർത്താവിന്റെ ശിക്ഷ. അപ്പൊ ശിക്ഷയുണ്ട്. ശരി, അടുത്ത വാക്യം വായിച്ചേ. അവൻ ശാസിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? മുഷിച്ചലൊന്നും വേണ്ട കേട്ടോ. നിങ്ങളെ കൊണ്ടുപോകാനാ ശാസിക്കുന്നത്. അമേ സ്തോത്രം. നിങ്ങൾ ഇവിടെ കൊണ്ട് ഇച്ഛ വരപ്പിക്കാനല്ല കർത്താവ് നിങ്ങളെ ശാസിക്കുന്നത്, ശിക്ഷിക്കുന്നത്. നിങ്ങൾ അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം. പ്രൈസ്. സന്തോഷമുള്ളവർ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇതിന്റെ അർത്ഥം നിങ്ങളൊക്കെ ശിക്ഷ മേടിപ്പം തയ്യാറായിട്ടിരിക്കുകയെന്ന. ഇതിന്റെ അർത്ഥം കർത്താവ് ഏത് ശിക്ഷ തന്നാലും ഞങ്ങളത് മേടിച്ചു കൊള്ളാമെന്ന് പറയും. നമുക്ക് പോകണം. പക്ഷെ എന്ത് വേണ്ട? ബെസ്ലേലിന്റെ പേര് പറഞ്ഞോട് വിഷമിക്കരുത്, ഞാൻ മൊത്തമാ പറഞ്ഞത്. ശിക്ഷ വേണ്ട. പിന്നെ വായിച്ചേ. അവിടെ നിൽക്ക്, ലൈനിൽ നിൽക്ക്, ലൈൻ മാറരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെന്ത് ചെയ്യുന്നു? ശിക്ഷിക്കുന്നു. വായിച്ചു വിട്ടോട്ടെ മോനെ, എളുപ്പം. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. താൻ കൈക്കൊള്ളുന്ന മകൻ, മകളുമുണ്ട് കേട്ടോ, മകളുമുണ്ട്. തല്ലുറപ്പാ. കൈക്കൊള്ളുന്ന മകനെയും മകളെയും എന്ത് ചെയ്യുന്നു? തലോടുന്നാണോ? ബേനി എന്താ പറയാ? തലോടുന്നു. തലോടില്ലല്ലോ, നല്ല തന്നെയാണ്. സത്യത്തിൽ അടിയാണ്. എന്താണ്? അടി കിട്ടും.
അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്ര ദുഷ്ടനാണോ? ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം വരുന്നത് നല്ല കാര്യം കേൾക്കാനാ. ഇവിടെ പാസ്റ്റർ പറയുന്നു, അടിക്കുന്നു, തല്ലുന്നു, ശിക്ഷിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ ശാസിക്കുന്നു. അല്ലെന്ന്, നിങ്ങളെ കൊണ്ടുപോകാൻ താല്പര്യമുള്ളത് കൊണ്ടാ. അത് മുന്നേ അഡ്വാൻസ് ആയിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? താൻ സ്നേഹിക്കുന്ന മകളെ, അല്ലെങ്കിൽ അലീനയ്ക്ക് വിഷമാവും, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അലീനെ നോക്കുക, മകനെ എന്നുള്ള വിളിയാണല്ലോ പാസ്റ്ററെ, എന്തുകൊണ്ട് മകളെ എന്ന് വിളിക്കുന്നില്ല? താൻ സ്നേഹിക്കുന്ന മകളെ അല്ലെങ്കിൽ മകനെ ദൈവം എന്ത് ചെയ്യുന്നു? ശിക്ഷിക്കുന്നു. വായിച്ചോട്ടെ മോനെ, വായിച്ചോട്ടെ. ഇങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളയുന്നുവോ? നിങ്ങളുടെ മക്കളോട് എന്ന പോലെ അല്ലേ? എങ്ങനെയല്ലേ? സ്തോത്രം. നിങ്ങൾ ബാലശിക്ഷ എവിടെയാ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എന്തേ ഉള്ളൂ? ഞാൻ എൻ്റെ മക്കളെ അടിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരൊക്കെ മക്കളെ ശിക്ഷിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അത് ഇഷ്ടമായില്ല. അതിന്റെ അർത്ഥം എന്തോ? നിങ്ങൾ ദേഷ്യപ്പെടുന്നതുകൊണ്ടാണോ? നിങ്ങളെ ഇഷ്ടമില്ലാത്ത കൊണ്ടാണോ? അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? അല്ലെന്ന്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയല്ലേ പറഞ്ഞേ? അങ്ങനെയല്ലേ നിങ്ങളുടെ പുസ്തകത്തിൽ? അങ്ങനെയല്ലേ? അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? നിങ്ങൾ ശിക്ഷിക്കപ്പെടുമ്പോൾ വേദനപ്പെടേണ്ട. ലോകത്തിലെല്ലാവരും ഇത് തന്നെ, അടിയാ, ശിക്ഷയാ. സ്നേഹത്തോടെ പറയും, ശാസിക്കും, തലോടും, സ്നേഹിക്കും. ഇതെല്ലാം ജീവിതത്തിൽ ഉള്ളതാ. അടുത്ത വാക്യം പെട്ടെന്ന് വായിച്ചു വിട്ടാട്ടെ എല്ലാവരും. 8 അതെന്താ? കൗലേടയന്മാരത്രേ എന്ന് പറയാൻ ഇംഗ്ലീഷിൽ അതിന് വേറൊരു പദമാ. പുൾപിറ്റിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വിടുക. പക്ഷെ മറ്റൊരു പദം ജാരസന്തതികൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഒരു അപ്പൻ കൊച്ചിനെ ശിക്ഷിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? കൗലേടയന്മാരത്ര. അത് വീട്ടിൽ പോയിട്ട് ഡിക്ഷണറി എടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണമേ, അതിന് നമ്മൾ പറയുന്ന ഒരു വേർഡുണ്ട്, പാമ്പറിങ്. എന്താണ്? ലാളിക്കുക. ചിലവർ പറയാറില്ലേ, ആ കൊച്ചിനെ അങ്ങോട്ട് ലാളിച്ച് വഷളാക്കി. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തോടും? വഷളനായി മാറും. കൊച്ചിനെ ലാളിച്ച് വഷളാക്കി, പിന്നെ ആ വഷളാക്കിയത് എന്താവും? വഷളനായി മാറും. സമൂഹത്തിൽ വഷളനായി മാറും. അപ്പോ എല്ലാവരും ആഗ്രഹിക്കുന്നതാ. തല്ലാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആഗ്രഹമൊന്നും ഇല്ലെങ്കിലും ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാ? വഷളമാക്കാനല്ല. പിന്നെയോ നിങ്ങളെ ആമേൻ ഹല്ലേലൂയ കർത്താവിന് യോഗ്യമുള്ളതാക്കി തീർക്കുവാൻ വേണ്ടിയാ. 9-ാമത്തെ വാക്യം ഇപ്രകാരമാണല്ലോ പറയുന്നത്, നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം എന്തു ചെയ്തു? അവർക്കെതിരെ പിറുപിറുത്തെന്നാണോ പറയുന്നത്? അവർക്കെതിരെ കല്ല് വലിച്ചെറിഞ്ഞെന്നാണോ പറയുന്നത്? അല്ലെന്ന്, അവരെന്ത് ചെയ്തു? വണങ്ങിപ്പോന്നു. ആമേ, സ്തോത്രം. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികം കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? 10-ാം വാക്യം, അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരമാ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. അമ്മേ, സ്തോത്രം. ഈ ലോകത്തിലെ പിതാക്കന്മാർ, ഞാനടക്കം എന്റെ ബുദ്ധിക്കൊത്തവണ്ണം അമ്മേ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയാമോ? നാം വിശുദ്ധിയിൽ തികഞ്ഞു വരേണ്ടതിനു വേണ്ടിയാ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. എന്തിനാപ്പാ ആമേൻ വിശുദ്ധിക്ക് വേണ്ടി എന്നെ ശിക്ഷിക്കുന്നത്? ഏതൊക്കെ നിലയിലാണ് ശിക്ഷിക്കുന്നത്? ആമേ, ശിക്ഷ പലവിധമുണ്ട്. ആമേ, നിത്യശിക്ഷാവിധിയുണ്ട്, നിന്റെ പാപത്തിന് ശിക്ഷയുണ്ട്, പിന്നെ നിന്നെ ശുദ്ധീകരിക്കാനുള്ള ശിക്ഷയുണ്ട്. ആ ശിക്ഷയ്ക്കകത്ത് ഒരു പക്ഷേ രോഗമുണ്ടായിരിക്കാം, ആ ശിക്ഷയ്ക്കകത്ത് ഒരു പക്ഷേ സാമ്പത്തിക ഞെരുക്കമുണ്ടായിരിക്കാം, ആ ശിക്ഷയ്ക്കകത്ത് നിന്റെ വഴി ഒരു പക്ഷേ അടഞ്ഞിരിക്കാം, ആ ശിക്ഷയ്ക്കകത്ത് ഒരു പക്ഷേ ആമേ പെരുവെള്ളമുണ്ടായിരിക്കാം, തീയുടെ ശോധന ഉണ്ടായിരിക്കാം, ആ ശിക്ഷയുടെ അകത്ത് കൊടുങ്കാറ്റുണ്ടായിരിക്കാം, ആ ശിക്ഷയുടെ അകത്ത് നിന്റെ മേൽ കവിയുന്ന ആമേനാല് പെരുവെള്ളത്തിന്റെ ഇരച്ചിലുണ്ടായിരിക്കാം. ആ ശിക്ഷയുടെ അകത്ത്, ഗ്ലോറി ടു ഗോഡ്, ആ ശിക്ഷയുടെ അകത്ത് ഒരു പക്ഷേ വേർപാടുണ്ടായിരിക്കാം. ആമേൻ. ആ ശിക്ഷയുടെ അകത്ത് വേർപാടുണ്ടായിരിക്കാം. പക്ഷേ അവൻ താൻ സ്നേഹിക്കുന്ന മക്കളെയൊക്കെ ശിക്ഷിക്കും. ആമേൻ, ഹല്ലേലൂയ. എന്തിനെന്നറിയാമോ? പാട്ടുകാരൻ പാടുന്ന പ്രകാരമല്ലേ ജോഷ് ബ്രദറെ? ഹല്ലേലൂയ. നല്ല മുത്തായി അതൊന്ന് പാടി, ഐരടികൾ പാടി നാം പ്രാർത്ഥിക്കാൻ പോവുക.
കരങ്ങളെ ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് പാടാമോ? സ്തുതിയെല്ലാം ഭാരമാകട്ടെ, ഞാൻ നൽകുന്ന മുത്താകട്ടെ. Glory Jesus. ആകട്ടെ. ഓ കർത്താവേ, അഗ്നിയെന്നിൽ കത്തട്ടെ, സ്തുതിയെല്ലാം ചാരമാകട്ടെ, ഞാൻ നൽകുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ നൽകുന്ന മുത്താകട്ടെ. Praise the Lord. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമെത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലമില്ല. ഇതിന്റെ സമയങ്ങൾ ഒത്തിരി മുന്നോട്ട് പോയി, ഞാൻ അവിടെ നിർത്തുകയാണ്. ഒറ്റ ലക്ഷ്യമേ ആ ശിക്ഷയുടെ പുറകിലുള്ളൂ, എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പ. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടത്തിയവൻ നിന്റെയും എൻ്റെയും ശരീരത്തെ വീണ്ടെടുപ്പാൻ ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യ ലേഖനം 2:5 ഇപ്രകാരം പറയുന്നു, അദ്രവത്വമുള്ളത് ആ അദ്രവത്തെ പ്രാപിക്കുന്ന ഒരു ദിനമുണ്ട്. അന്ന് കാഹളം ധ്വനിക്കും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അതേ ജീവനോടിരിക്കുന്ന നാം, ആമേൻ, കാഹളത്തിൽ ധ്വനിക്കുമ്പോൾ കർത്താവിനോടുകൂടി എടുക്കപ്പെടും. അത് എടുക്കപ്പെടുവാൻ വേണ്ടിയ പ്രിയ ദൈവ പൈതലെ, ഈ ദിവസങ്ങൾ നീ അനുഭവിക്കുന്ന ശിക്ഷകൾ, ഈ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ഈ അനുഭവിക്കുന്ന രോഗങ്ങൾ നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലെന്ന് നീ നല്ല മുത്തായി ആമേൻ വിളങ്ങേണ്ടതിനാ. ഓ താങ്ക് യു ജീസസ്. ഗ്ലോറി ടു ഗോഡ്. എൻ്റെ വാക്കുകൾക്കൂടെ വിരാമം കുറിക്കുകയാണ്. ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുവാൻ സമയങ്ങൾ മുന്നിൽ അധികമില്ല. നാം ഒരുങ്ങിയാട്ടെ, അവൻ്റെ കരങ്ങൾ ബരമേൽപ്പിച്ചാട്ടെ. സ്വർഗം നമ്മെ പണിയട്ടെ, അവൻ്റെ ഹിതപ്രകാരം നമ്മെ മെനയട്ടെ. നാം ഏവരും ദിവസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ